സംപൂജ്യരായ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് സുപ്രഭാതവന്ദനം. 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 ധർമ്മത്തിനും നന്മയ്ക്കും സത്യത്തിനും മാനുഷിക മൂല്യങ്ങൾക്കുമെല്ലാം അപച്യുതി സംഭവിക്കുമ്പോൾ ഈ പ്രകൃതി അതിൻ്റെതായ ധന്യമായ ചൈതന്യം ഉപയോഗിച്ച് പ്രകൃതി ചൈതന്യം ഉപയോഗിച്ച് പ്രകൃതി തന്നെ നന്മയെ നിലനിർത്തും. ഒരു വ്യക്തിയുടെ മനസ്സിലാണെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സംസ്കാരത്തിലും സമൂഹത്തിലും സംഘടനയിലും രാഷ്ട്രത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധയോടുകൂടി ഒരു 10 മിനിറ്റ് നേരം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. തിന്മ ചെയ്യുന്നവര്, തിന്മ ചെയ്ത് പ്രവർത്തിക്കുന്നവര്, തിന്മയുടെ ലക്ഷ്യം, തിന്മയുടെ മാർഗം, തിന്മയുടെ ഭരണം, തിന്മയുടെ വാക്കുകള്, ഇങ്ങനെ തിന്മയിലൂടെ പോകുന്നവരെ കാലം തൂത്തെറിയുന്നും അടിച്ച് തെറിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നിട്ട് ആ സിസ്റ്റം നോർമലാകുന്നു, നന്മയിലേക്ക് വരുന്നു. ഈ 2-3 ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും തിന്മയുടെ ശബ്ദം ആദ്യം ഉറഞ്ഞു തുള്ളിയിരുന്നു ചില വ്യക്തികളിലൂടെ. പക്ഷേ അതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിട്ട് നന്മയുടെ ശബ്ദം ഇന്ന് കേരളത്തില് ഒരുപക്ഷെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എന്തോ ഒരു വിപ്ലവകരമായ മാറ്റം, താൽക്കാലികമായിരിക്കാം, വലിയ മാറ്റം, ഫ്രണ്ട് പേജില് ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം, ആരും ചിന്തിക്കാത്ത മാറ്റം, ഇങ്ങനെ സംഭവിക്കുമെന്ന് ഊഹിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത മാറ്റം. ആ മാറ്റം അത് പ്രകൃതി വരുത്തുന്നു, പ്രകൃതി ദേവി വരുത്തുന്നു. ജീവചൈതന്യമുള്ള പ്രകൃതി. നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വിവരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പൂർവീകരെ കവിതാരൂപത്തിലും പ്രാർത്ഥനാരൂപത്തിലും പറയാറുണ്ട്, വേദനിക്കുന്ന മനുഷ്യൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വേദനിക്കുന്നവരെ കാണാതെ, ദുഃഖിക്കുന്നവരെ കാണാൻ ശ്രമിക്കാതെ, നമ്മൾ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും കാണാൻ പറ്റാത്ത ദൈവത്തെ അന്വേഷിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരെ ആദ്യം കാണൂ. നിന്റെ തൊട്ടടുത്ത് നിന്ന് കരയുന്ന വേദനിക്കുന്ന മനുഷ്യനെ. അത് ഞാൻ മറ്റൊരു വരിക്ക് ഉപയോഗിക്കുകയാണ്. ഈ പ്രകൃതിയെ നമുക്ക് കാണാം, സൂര്യനെ കാണാം, വായുവിനെ കാണാം പരോക്ഷമായിട്ട്, സമുദ്രത്തെ കാണാം, അന്തരീക്ഷത്തെ കാണാം, വൃക്ഷലതാദികളെ കാണാം, സർവ്വതിനെയും നമുക്ക് കാണാം. അതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് സ്വയം അതിനകത്തുള്ള ചൈതന്യത്തിന്റെ പ്രവർത്തനം കൊണ്ട് എല്ലാത്തിനെയും ഒരു ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന ആ പ്രകൃതിയാണ് നമ്മുടെ ദൈവം. അതിന് നമ്മൾ രൂപഭാവ കൽപ്പന കവികളെ പോലെ കാൽപ്പനികതയില്ലാതെയും കാൽപ്പനികതയോടു കൂടിയും നമ്മൾ ധന്യമായിട്ടുള്ള വിവരണം കൊടുത്തു. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് പറയുന്ന മാതിരി. ഇന്നലെ വാഗമണ്ണിൽ പോയപ്പോൾ കാണാൻ സാധിച്ചത് പ്രപഞ്ച ചൈതന്യത്തിന്റെ നിന്റെ 4 കെട്ടിന്റെ പടിപ്പുരയില് ഞാൻ എന്റെ മുറി കൂടി പണിതോട്ടെ എന്ന് പറയുന്ന പ്രകൃതിയെ കാണാൻ സാധിച്ചു. ജീവചൈതന്യമുള്ള ആ പ്രകൃതിയെയാണ് വേദം എന്റെയും നിങ്ങളുടെയും നമ്മുടെയും വേണമെങ്കിൽ 750 കോടി ജനതയുടെയും ചൈതന്യവത്തായ സ്രോതസ് എന്ന് വിവരിക്കാവുന്ന വേദമന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ സുപ്രഭാതം 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 എന്ന് പറഞ്ഞ് ആ പാടിയ ആ പാട്ടില് ആ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച്
പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, എന്തൊരു വരിയാണതല്ലേ. അതിനോട് സുപ്രഭാതം പറയാണ്. ആ സുപ്രഭാതമാണ് ഇന്ന് വേദത്തില് ദേവതയായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു സുപ്രഭാത ദേവത. 1-ാമത്തെ മണ്ഡലത്തിലെ 48-ാമത്തെ സൂക്തത്തിലെ 10-ാമത്തെ റിക്ക് മുതൽക്കുള്ള വരികളൊന്ന് വായിക്കാം. ഈ മന്ത്രങ്ങളെ നിങ്ങൾ കേൾക്കണം. അർത്ഥ സന്ദേശങ്ങൾ മാത്രം കേട്ടാൽ പോരാ. കാരണം ആ മനനേന ത്രായതേതി മന്ത്ര, ആ മന്ത്രമാണ് അതിന്റെ ജീവൻ. രാവിലത്തെ വേദമന്ത്ര ആലാപനത്തിന്റെ ജീവൻ മന്ത്ര ആലാപനമാണ്. പിന്നെ അർത്ഥ സന്ദേശങ്ങള് നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും എല്ലാം ധന്യത നൽകുന്നു. വിശ്വസ്യ ഹി പ്രാണനം ജീവനം ത്വേവി യദുച്ഛസി സൂനരീസാനോരഥേന ബൃഹത വിഭാവരീ ശ്രോധിച്ചിത്രാമഖേഹവം ഉഷോ വാജം ശിവം സ്വായശ്ചിത്രോ മാനുഷേ ജനേ തേനാവാഹ സുഹൃതോ അധ്വരാങ് ഉപയേത്വാഗൃണം ദിവന്നയഃ വിശ്വാൻ ദേവാം ആവഹ സോമപീതയേം തരിക്ഷാദുഷസ്ത്വം സാസ്മാസുദ്ധാ ഗോമദശ്വാവധുക്ത്യാ അമുഷോ വാജം സുവീര്യം യസ്യാരുഷം തോ അർച്ചയ പ്രതിഭദ്രാ അദ്രക്ഷത സാനോരയിം വിശ്വവാരം സുപേശാസമുഷാദധാതു സുമ്യം യേ ചിദ്ധിത്വാമൃഷയ പൂർവ ഊദയേ ജുഹൂരേ അവാസേ മഹിസാനം സ്തോമാം അഭിഗൃണീഹിരാധസോഷ ശുക്രേണ ശോചിഷാ. ഇനി അതിന്റെ അർത്ഥ സന്ദേശങ്ങളിലേക്ക് പോകാം. പ്രഭാതത്തെ, ഉഷാദേവതയെ, സ്ത്രീരത്നത്തെ, ജീവചൈതന്യത്തിന്റെ ആ സൗന്ദര്യത്തെ ഋഷിയുടെ മനസ്സുകൊണ്ട് കണ്ടത് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്. മന്ത്രത്തെ അകക്കണ്ണുകൊണ്ടും പുറക്കണ്ണുകൊണ്ടും കാണുക എന്ന പ്രക്രിയ ചെയ്തവര്. നമ്മളെല്ലാവരും മന്ത്രം കേൾക്കുകയാണ്, കാണുകയല്ല. അവര് മന്ത്രം കണ്ടവരാണ്. അനാദിയായ വേദം, അപൗരുഷേയരായ മനുഷ്യര്, മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര്. അവര് പറയുന്നു, ശോഭനമായ നിലയില് പകലിനെ എഴുന്നള്ളിക്കുന്നവളെ, പകല് എന്ന പ്രതിഭാസത്തെ എഴുന്നള്ളിക്കുന്ന പ്രഭാദേവതയെ, സൂര്യചന്ദ്രന്മാരുടെ ശോഭ ഒത്തിണങ്ങിയവളെ, സൂര്യനും ചന്ദ്രനും ആകാശത്ത് ഒരുമിച്ചപ്പോൾ കർമ്മനിരതരാക്കുന്നവളെ, നാനാതരത്തിലുള്ള ഐശ്വര്യത്തിന്റെ ആധാരമായവളെ, സ്ത്രീരത്നമേ, പ്രഭാത ദേവതേ, എപ്പോൾ നിങ്ങൾ ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നു, മനസ്സിലെ അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്നു, പുരുഷാർത്ഥം ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഉണർത്തി പ്രഭാതത്തിൽ കർമ്മനിരതരാക്കുന്നു, സമസ്ത പ്രാണിജാലത്തിന്റെയും ഉറക്കത്തിന്റെ മയക്കം വിട്ടുള്ള ചേഷ്ടയ്ക്കും കർമ്മനിരതരായിട്ടുള്ള ജീവിത മാർഗത്തിനും നമ്മുടെ എല്ലാവരുടെ ജീവജാലങ്ങളെല്ലാവരും പ്രഭാതത്തിൽ ഉണരുന്നു. കർമ്മനിരതരായിട്ടുള്ള ജീവിത മാർഗത്തിനും പ്രഭാദേവത ഗൃഹനായികയെ പോലെ ആ ദേവത സ്ത്രീരത്നം ഞങ്ങളെ നയിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സകല സജ്ജീകരണങ്ങളുമുള്ള രഥത്തിലേറി ആ പ്രഭാത ദേവതയെ ബൃഹദാ രഥേന ആയാഹി ന ഹവം ശ്രോധി, ആ തരത്തിലുള്ള ഞങ്ങളുടെ ആഗ്രഹ സാധ്യത്തിനുള്ള വിനീതമായ ആഹ്വാനത്തെ സ്വീകരിച്ച് പ്രഭാത ദേവതയെ രഥത്തിൽ എഴുന്നള്ളിയാലും പ്രഭാത ദേവതയ്ക്കൊത്ത സ്ത്രീരത്നമേ, പ്രഭാതരത്നമേ, അവിടുന്ന് ഏതൊരു ഗുണകർമ്മ സ്വഭാവയുക്തമായ പുലർകാലത്തെയും വേണ്ടും വിധം ഉപയോഗിക്കുന്ന നല്ലവണ്ണം സ്വകർമ്മത്തിൽ ഏർപ്പെടുന്ന ഭവതിയുടെ നായകനുണ്ടോ, സൂര്യദേവനുണ്ടോ, ആ പ്രഭാത സുന്ദരിയായ പ്രഭാത ദേവതയുടെ ചൈതന്യം പകരുന്ന നായകനുണ്ടോ, സുകൃത പതി അസ്തി താദൃശേ മനുഷേ ജനേ, അപ്രകാരമുള്ള അറിവുള്ള
ആളുകളിൽ നിന്നും അറിവുള്ള ആളുകളിൽ നിന്നും നിശ്ചയമായും അന്നന്നത്തെ നിവേദ്യത്തെ സ്വീകരിച്ചാലും, ഞങ്ങൾ സമർപ്പിക്കുന്നത് സ്വീകരിച്ചാലും, ആ പ്രഭാത പൂജ സ്വീകരിച്ചാലും, ശ്രേഷ്ഠമായ ഞങ്ങളുടെ കർമ്മത്തെ അവിടുന്ന് സ്വീകരിച്ചാലും, ദൈവീകമായ മാർഗങ്ങളെ ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും, യാഗ ഗവേഷണാദികളിലെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി ഭവതിക്ക് വേണ്ടി ഞങ്ങളിതാ വേദമന്ത്രങ്ങൾ ആലപിക്കുന്നു, ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയാലും, ആ നിലയിൽ ഭവതിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പ്രഭാതം പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് സുഖ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നാലും, ഉഷാദേവതയ്ക്ക് തുല്യമായ സ്ത്രീരത്നമേ, ഔഷധിരസം ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അത് പ്രസാദമായി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്തിയാലും, അക്ഷയസ്ഥാനത്ത് നിന്നും ഉന്നത ശ്രേണിയിൽ നിന്നും സകല കഴിവുറ്റവരെയും, എല്ലാ മികച്ച പണ്ഡിതന്മാരെയും, എല്ലാവിധത്തിലുള്ള കഴിവുറ്റവരെയും മികച്ച പണ്ഡിതന്മാരെയും യാഗ ഗവേഷണ യന്ത്രശാലകളിലേക്ക് ക്ഷണിച്ചു വരുത്തുക, ഞങ്ങളുടെ യജ്ഞശാലയിലേക്ക് ക്ഷണിച്ചു വരുത്തുക, ഞങ്ങളുടെ കർമ്മമണ്ഡലത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുക. അന്തരിക്ഷാത് വിശ്വാൻ ദേവാൻ ആവഹ, ഞങ്ങളുടെ യജ്ഞശാലയിലേക്ക് ക്ഷണിച്ചു വരുത്തുക, യജ്ഞാദി വേദികളിൽ നന്മ നിറഞ്ഞവരെ എത്തിക്കുക. അപ്രകാരം ചെയ്യുന്നതിലൂടെ പ്രഭാതദേവതയായ സ്ത്രീരത്നമേ, അവിടുന്ന് അത്യന്തം പ്രശംസനീയവും ശോഭനവുമായ വീര്യത്തോടു കൂടിയതുമായ ജീവജാല സമൂഹത്തെ, ഗോസമൂഹത്തെ, അശ്വസമൂഹത്തെ, ധനധാന്യ സമൃദ്ധി ഞങ്ങളിൽ ഉണ്ടാക്കിയാലും, എല്ലാവിധത്തിലും ഞങ്ങൾക്ക് ചൈതന്യം പകർന്നാലും, യാതൊരു പ്രഭാതദേവതയുടെ കുലനായികയുടെ പ്രവൃത്തി കൊണ്ട് ആലസ്യമാകുന്ന ലേസിനെസ്, ആലസ്യമാകുന്ന ശത്രുക്കളെ ഇല്ലാതെയാക്കുന്ന, അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്ന, ഐശ്വര്യത്തെ വരുത്തുന്ന യസ്യാ ഉഷസകർമ്മണാരുഷന്ത ഭദ്രാഹ, മംഗളകരമായ ഐശ്വര്യത്തെ വരുത്തുന്ന, പ്രകാശരശ്മികൾ പരത്തുന്ന, തൂമന്ദഹാസം വ്യക്തമായി ചൊരിയുന്ന, അർച്ചയാ പ്രതി അദൃക്ഷത, പ്രകാശരശ്മികൾ ചൊരിയുന്ന, തൂമന്ദഹാസം ചൊരിയുന്ന പ്രഭാതദേവതയ്ക്കൊത്ത ഗൃഹനായിക വാഴ്ത്തപ്പെടേണ്ടവളാണ്, വേദമന്ത്രങ്ങളിലൂടെ സ്തുതിക്കപ്പെടേണ്ടവളാണ്. ഞങ്ങൾക്ക് വേണ്ടി ആ പ്രഭാതദേവത അങ്കനാമണി സമസ്തരാലും സ്വീകരിക്കപ്പെടുന്നതായ സാ നവിശ്വവാരം, എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും പ്രഭാതത്തെ രണ്ട് കൈയും നീട്ടി പ്രണമിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. ശോഭനമായ സൗഖ്യവും സുഖജനകമായ ധനധാന്യ സമൃദ്ധിയും ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിച്ച് തന്നാലും, നഹ വിശ്വവാരം സുപേശാസം സുഗ്മ്യം രയും ദാതു, എല്ലാ നന്മകളും ഞങ്ങൾക്ക് തന്നാലും, പൂജനീയയായവളെ, മഹത്വമുള്ള ഉഷാദേവതേ, കുലാംഗനെ, ഹേ മഹീ. ചില പ്രസിദ്ധരായ പുരാതന മന്ത്രദ്രഷ്ടാക്കള് ഏചിത് ഹി പൂർവേ ഋഷയഃ, പുരാതനമായ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര് അതിശയകരമായ ഗുണപ്രാപ്തിക്ക് വേണ്ടി, സംരക്ഷണത്തിനും അന്നത്തിനും വേണ്ടി, രക്ഷാരൂപമായ മുൻകരുതലിനു വേണ്ടിയും, പട്ടിണിയിൽ നിന്നുള്ള സംരക്ഷണത്തിനു വേണ്ടിയും ഭഗവതിയെ, പ്രഭാദേവതയെ, നിന്നെ സൂക്തരൂപങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് സ്തുതിച്ചിരുന്നു. പൂർവീകരായ ഋഷിമാര് സ്തുതിച്ചിരുന്നു, സന്തോഷദായകങ്ങളായ കാര്യങ്ങൾ പറഞ്ഞ് സുഖിപ്പിച്ചിരുന്നു. പ്രഭാദേവതയെ നിന്നെ ക്ഷണിച്ചിരുന്നു. ആ സുപ്രഭാത ദേവത സുപ്രഭാതത്തിൽ ഉണരുന്ന ഗൃഹനായിക ഹവിസ്സുകൊണ്ട് വിയർപ്പ് വരുന്നതുവരെ പണിയെടുത്ത് ആർജിച്ച ധനം കൊണ്ട് നേടിയ അന്നപാനാദികൾ അത് സ്വീകരിച്ച് അതാ ഞങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു. തൂവെള്ളയായ ശുക്രേണ ശോചിഷ, തൂവെള്ളയായ സാത്വികമായ ദീപ്തി കൊണ്ട്, സ്നേഹാർദ്ര പ്രഭാവം കൊണ്ട് ആലസ്യാന്ധകാരങ്ങളെ, പ്രക്ഷീണഭാവത്തെ ഇല്ലാതെയാക്കുന്നതായി
നിലനിൽക്കുന്നവളെ, ഞങ്ങളുടെ മന്ത്രോച്ചാരണങ്ങളെ, ഞങ്ങളുടെ വിദഗ്ധ ഉപദേശങ്ങളെ, പ്രാർത്ഥനാ നിർഭരങ്ങളായ ആവശ്യങ്ങളെ അവിടുന്ന് യഥായോഗ്യം സ്വീകരിച്ച് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് എല്ലാ നന്മകളും നിർവഹിച്ചു തന്നാലും. അല്ലയോ ഉഷസ്സേ, സുപ്രഭാതത്തിൽ കർമ്മനിരതയാകുന്ന വീട്ടമ്മേ, ഈ വെളുപ്പാൻ കാലത്തെ രാവിലെ ശോഭാതിശത്വം കൊണ്ട്, ഐശ്വര്യാധിശത്വം കൊണ്ട് അന്ധകാരാവൃതമായ ഇന്ദ്രിയങ്ങളുടെ മാർഗത്തെ, കാഴ്ച ഏശാത്ത ഇരുട്ടിനെ, ഉറക്കമാകുന്ന ജാഡ്യതയെ, അലസതയെ, ഉറക്കമാകുന്ന അലസയെ അകറ്റിത്തരുന്ന പ്രഭാദേവതയെ, അവിടുന്ന് ഞങ്ങൾക്ക് ഉപദ്രവകാരികളായ, കള്ളന്മാരായ, കൊലയാളികളായ സമൂഹത്തെ ഇല്ലാത്തതായ ഒരു ധന്യമായ സ്ഥലത്ത്, ധന്യമായ വിശാലമായ വെളിച്ചവും വായുവും കിടക്കുന്ന ഗൃഹം സജ്ജീകരിച്ചു തന്നാലും, കള്ളന്മാരില്ലാത്ത, ഉപദ്രവകാരികളില്ലാത്ത, കൊലയാളികളില്ലാത്തതായ വിശാലമായ ഗൃഹം, വെളിച്ചവും വായുവും കിടക്കുന്ന ഗൃഹം സജ്ജീകരിച്ചു തന്നാലും. ആവൃണവത്വം ന യത് ആവൃകം പൃഥുച്ഛർദി പ്രയച്ഛതാത് അഭിജഹേ ദേവി ഗോമതി ഇഷ പ്രയച്ഛതാത്. കൂടാതെ ഹേ പ്രഭാദേവതേ, ഗൃഹനായികേ, പ്രകാശയുക്തേ, വിജ്ഞാനയുക്തമായവളെ, ഗോധനയുക്തമായവളെ അവിടുന്ന് അന്തസാരയുക്തനാക്കി, കരുത്തുള്ളവനാക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നാലും. പ്രശംസനീയമായ കർമ്മങ്ങളോട് കൂടിയ, ഹവിസ്സുകളോടും അന്നങ്ങളോടും കൂടിയ ഐശ്വര്യവതിയായ പ്രഭാദേവതേ, മഹനീയേ വാജിനീവതി, അത്യന്തം പൂജനീയയായവളെ ഉഷാദേവതേ, എപ്രകാരമാണോ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവളായ, ഉത്തേജനം പകർന്നു കൊടുക്കുന്നവളായ, നാനാതരത്തിലുള്ള ചൈതന്യം പകരുന്നതായ, വലുതായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവളായ, ശത്രുനാശകരായ, സർവരെയും ശീഘ്രം പ്രവർത്തിപ്പിക്കുന്ന രഥത്തിൽ, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നവളായ, സേവനം ചെയ്യുന്നവളായ പ്രഭാദേവതയെ ഞങ്ങളെ കർമ്മപദത്തിലേക്ക് കൊണ്ടുവരുന്നവളായി തീർന്നാലും. ദീപ്തമായ ദാനയശസ്സുകൊണ്ട്, വിദ്യാധർമ്മ ഗുണാദികൾ കൊണ്ടും, ശത്രു സംഹാരകൻ എന്ന കീർത്തി കൊണ്ടും, ധനധാന്യാദികൾ കൊണ്ടും, ഭൂമിയും ഐശ്വര്യ സമ്പത്തുകൾ കൊണ്ടും, അന്നാദികളെ കൊണ്ടും, വിജ്ഞാനത്തെ കൊണ്ടും ഞങ്ങളെ സമ്പന്നമാക്കിയാലും. അങ്ങനെ 48ാമത്തെ സൂക്തം കഴിഞ്ഞു. നാളെ 49ാമത്തെ സൂക്തം, അതും ഉഷാദേവതയോടുകൂടിയാണ്. ഈ ഉഷസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അറിഞ്ഞു, ഉൾക്കൊണ്ടു എന്ന് വിചാരിക്കാം. ഭാഷാശാസ്ത്രവും കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. മലയാളമോ സംസ്കൃതമോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഭാഷ, തമിഴോ ഏത് ഭാഷയായാലും ആ ഭാഷയുടെയും പ്രാവീണ്യം നമുക്കുണ്ടെന്ന് വിചാരിക്കാം. എന്താ രസല്ലേ! ഈ ഉഷസ്സിനെ നമുക്ക് ശരിക്ക് അങ്ങോട്ട് വിവരിക്കാൻ സാധിക്കും. എത്ര ഭംഗിയായിട്ടാണ് ഉഷസ്സിനെ പേഴ്സോണിഫൈ ചെയ്ത ആ പ്രഭാതത്തെ ഈശ്വര ചൈതന്യമാക്കി മാറ്റി, ആ പ്രഭാതത്തിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് ഞങ്ങൾക്ക് ഊർജം പകരണം, ചൈതന്യം പകരണം, സമ്പത്ത് പകരണം. ഇന്ന് ഞാൻ 6-7 റിക്കുകൾ വായിച്ചു. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ഉഷാദേവതയെ ഞങ്ങൾക്ക് സ്വർഗം തരണമെന്ന്, ഞങ്ങൾക്ക് പുണ്യം ഒരു കുട്ട നിറച്ച് തരണമെന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾ? നരകം തരരുത് എന്ന് പറയുന്നത് കേട്ടോ? എല്ലാം പോസിറ്റീവാണ്. ആ പോസിറ്റീവാണ് വേദം. മറ്റൊരു മതത്തിലുള്ള ഒരു ഗ്രന്ഥത്തിലും ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹത്വമേറിയ ഈ വേദവരികൾ ഒരു 10 ലക്ഷം പേരിലേക്കെങ്കിലും എത്തിക്കണം. അത് നിങ്ങൾക്കേ സാധിക്കുള്ളൂ. ഉദ്ദേശം ഒന്ന് മാത്രം, നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് അവഹേളിക്കാൻ പഠിച്ചവർക്ക് ഇരുത്തി ചിന്തിപ്പിക്കാനും തിരിച്ചു കൊടുക്കാനും ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ പഠിച്ചു. നമ്മുടെ നാടിനെ കുത്തുവാള എടുപ്പിക്കുന്ന ഇവിടെയുള്ള ഒരു വിഭാഗം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും തിരുത്താനും ശരിക്ക് തിരിച്ചു കൊടുക്കാനും പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് ഇവിടെ ഉണ്ടായിരുന്നത്.
അത് നീ അറിഞ്ഞില്ലെങ്കിൽ അത് നിന്നെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. നീ അറിയാത്തതിനെ നിന്നെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നീ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നിന്നെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പ്രവർത്തിക്കും. നിന്നെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. സ്വീകരിക്കുന്നത് വരെ കേരളീയർ കഴിഞ്ഞ 72 മണിക്കൂറിൽ പ്രവർത്തിച്ചു. 72 മണിക്കൂറിൽ സാധിക്കണം. തളർന്ന് പുറകോട്ട് പോകരുത്. പോകുന്നില്ല, ആരും പോകുന്നില്ല. അത്ര ആത്മവിശ്വാസത്തോടുകൂടി ചൈതന്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന കാഴ്ച കാണാം. കാരണം ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹയ അഗായുരിന്ദ്രിയാരാമോ മോഹം പാർത്ഥ ജീവതി എന്നും പറയാറുള്ള ഭഗവത്ഗീതയുടെ ശ്ലോകം. കാലചക്രം തിരിയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ധർമ്മചക്രവും തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയാത്തവരെ ശ്രീകുമാരൻ തമ്പിയും അലി അക്ബറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവരും ആ ധർമ്മചക്രം തിരിക്കുമ്പോൾ കാലചക്രം അവരെ എല്ലാവരെയും, ഈ രാഷ്ട്രത്തിനെതിരെ പുലഭ്യം പറയുന്നവരെ, നികൃഷ്ട ജീവികളെ കാലമടിച്ചു തെറിപ്പിക്കും. നമുക്ക് കൂടെ നിൽക്കാം. നന്മയുടെ പ്രണാമം. ചൈതന്യത്തിന്റെ